ഫസ്റ്റ് യങ്ങസ്റ്റ് പർപ്പിൾ ഡയമണ്ട് അവർ ബിലവഡ് ലീഡർ നമ്മളുടെ ബാലുശ്ശേരി സ്വദേശി അർജുൻ കൈ സാറിനെ കൃത്യമായി സാക്ഷി ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. നല്ലൊരു കൈയ്യടിയാണ് സാറിന്റെ സ്റ്റേജിലേക്ക് തന്നെ. പേര് പരിചയപ്പെടുത്തിയ അർജുൻ, സ്വദേശം ബാലുശ്ശേരിക്ക് അടുത്ത നന്മണ്ടയിലാണ്. അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് BBA. ഈ ബിസിനസ് ഞാൻ 10 വർഷം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ദിസ് ഇസ് മൈ 11th ഇയർ ഇൻ ഇൻഡസ് ബിസിനസ്. ആദ്യമായിട്ട് കൂടുതൽ അവസരം എനിക്ക് പരിചയപ്പെടുത്തുന്ന എന്റെ സ്പോൺസർ ഇൻഡസ്ട്രിയുടെ CEO അഡ്വക്കേറ്റ് അഭിലാഷ്, എന്റെ മെന്റർ ഇന്ത്യസ് ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ മിസ്റ്റർ സുജിത് ഖാൻ സാറിനും, അതോടൊപ്പം ഇന്ത്യയിൽ ഇന്ന് ഈ കണ്ട രീതിയിൽ ഈ വ്യവസായം മാറാൻ കാരണക്കാരനായിട്ടുള്ള പരേതനായിട്ടുള്ള ഡോക്ടർ എം ഷംസുദ്ദീൻ സാറിനും, ഇന്ന് ഈ ഹാളിൽ സന്നിഹിതരായിട്ടുള്ള എക്സിക്യൂട്ടീവ് വൈറ്റ് ഡയമണ്ട് OMG, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ട് മണികണ്ഠൻ സാർ, മറ്റുള്ള നിങ്ങളെ ഓരോ ആളുകളോടും ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ എനിക്ക് തോന്നുന്നു. ഗുഡ് ഈവനിങ്. സോ ഈ ബിസിനസ് ആരംഭിച്ചിട്ട് ഞാൻ പറഞ്ഞു 10 വർഷം മുമ്പ് ബിസിനസ് ആരംഭിച്ചു. ആരംഭിക്കുന്ന സമയമൊക്കെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇന്ത്യൻ നേവിയിൽ ജോലി കിട്ടി. ആ സന്തോഷത്തിൽ വീട്ടുകാരെല്ലാരും ആർത്തുല്ലസിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. പൊടുന്നനെ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടു. അതുകൊണ്ട് തന്നെ നേരെ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറി ഇറങ്ങി. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും നാട്ടുകാരിൽ നിന്നൊക്കെ ആദ്യം തന്നെ വലിയ കയ്യടികളൊക്കെ എനിക്ക് കിട്ടി. ആ കയ്യടി പക്ഷേ അപ്പ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന കയ്യടിയല്ല, തിരിച്ച് വീട്ടിലേക്ക് കയറ്റാനുള്ള കയ്യടിയായിരുന്നു. അതിനൊക്കെ തരണം ചെയ്ത് കേരളത്തിലൂടെ ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ എന്നെ കൊണ്ട് നടന്നില്ല. ആ സമയത്ത് തൊട്ടടുത്ത സ്റ്റേറ്റ് തമിഴ്നാട്ടിലാണ് എന്റെ കൂടെ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് എന്റെ ലീഡേഴ്സ് ഒക്കെ തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ ഞാനും തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറി. എന്റെ 22ാമത്തെ വയസ്സിൽ കോഴിക്കോട് വിട്ട് തമിഴ്നാട്ടിലേക്ക് നാട് വിട്ടുപോയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് വാശിപ്പുറത്തൊക്കെ ഈ ബിസിനസ്സുമായിട്ട് ഇറങ്ങി. അങ്ങനെ ആളുകൾക്കൊക്കെ തന്നെ തുടക്കകാലത്ത് ബ്രോഷർ കൊടുക്കുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്തത്. ഐ വാസ് എ ബ്രോഷർ ഡിസ്ട്രിബ്യൂഷൻ ബോയ്. തമിഴ് അറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, തമിഴിൽ ബ്രോഷറുകൾ തയ്യാറാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കും. അവിടെ നിന്ന് ഞാൻ ആദ്യം പഠിച്ച തമിഴ് എന്താണെന്നറിയോ? അയ്യ, അക്ക, അമ്മ, ഇതൊന്ന് പഠിച്ചു പാറുക. ഇങ്ങനെ തുടങ്ങി. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഒക്കെ റിസൾട്ട് ഉള്ളത് കൊണ്ട് ആളുകൾ കുറച്ച് ആളുകൾക്ക് വാങ്ങിച്ച് കഴിച്ചു. അവർക്കൊക്കെ നല്ല നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഇന്ന് മണികണ്ഠൻ സാർ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ പ്ലാന് ഇത് അവർക്ക് കാണിച്ചു കൊടുത്ത് മെല്ലെ മെല്ലെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്റെ Aയും Bയും കൊണ്ടുവച്ച് ഈ ബിസിനസ് ഞാൻ ആരംഭിച്ചു. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യയിലെ യങ്ങസ്റ്റ് റൂബി, യങ്ങസ്റ്റ് പേൾ, യങ്ങസ്റ്റ് എമറാൾഡ്, യങ്ങസ്റ്റ് സഫയർ, അങ്ങനെ എന്റെ 24 വയസ്സിൽ ഇൻഡസ്ട്രിയുടെ യങ്ങസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള അന്നൊക്കെ ഞാൻ സ്റ്റേജിൽ കയറി അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു ഇങ്ങനെ, നിങ്ങൾക്കറിയോ ഇന്ത്യയിലെ യങ്ങസ്റ്റ് റൂബി ആരാണെന്നറിയോ? ആസാമിയല്ല, ബീഹാറിയല്ല, പഞ്ചാബിയല്ല, മലയാളിയായ കോഴിക്കോട് ജില്ലക്കാരൻ വാർക്കപ്പണിക്കാരന്റെ മകൻ ഈ ഞാനാണ് എന്ന് ഞാൻ അതിന്റെ സ്റ്റേജിലൊക്കെ അഭിമാനത്തിൽ പറഞ്ഞു. എന്റെ അക്കൗണ്ടിലേക്ക് 1 കോടി വന്നപ്പോ വലിയ സന്തോഷമൊന്നും ഇല്ല അല്ലേ? എന്തായാലും അവിടെ നിൽക്കുന്നില്ല. ഇങ്ങനെ വലിയൊരു രീതിയിൽ വരുമാനമൊക്കെ വന്ന ലൈഫ് മാറില്ലേ? എന്റെ ലൈഫ് മാറാൻ തുടങ്ങി. കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇൻഡിക്ക വിസ്തയാണ്. 2ാമത്തെ കാർ ഞാൻ വാങ്ങിച്ചു ഹ്യുണ്ടായി ക്രെറ്റ 17 ലക്ഷം രൂപ. 3ാമത്തെ കാർ ഞാൻ വാങ്ങിച്ചത് ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. സൗത്ത് ഇന്ത്യയിലെ യങ്ങസ്റ്റ് മെഴ്സിഡീസ് ബെൻസ് ക്ലബ്ബ് മെമ്പറായിട്ട് 5.5 വർഷം മുമ്പ് ഞാൻ മാറി. 5.5 വർഷം മുമ്പ് ഞാൻ എന്റെ മെഴ്സിഡീസ് വാങ്ങിച്ചു. KL 76 ആണ് എന്റെ RT ഓഫീസ് നന്മണ്ട. KL 76 നന്മണ്ട RT ഓഫീസിലെ ആദ്യത്തെ മെഴ്സിഡീസിന്റെ ഓണർ ആരാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിറങ്ങിയാൽ അവിടെ നിങ്ങൾക്ക് ഒരു പേര് കാണാൻ സാധിക്കും. അത് എന്റെ പേരാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. അതിലും ഞാൻ വളരെ അഭിമാനിതനാണ്. ഇതൊന്നും ഇന്നലെ വാങ്ങിയ കാര്യമല്ല. 5.5 വർഷം മുമ്പ് എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ കയ്യിലേക്ക് മെഴ്സിഡീസ് വന്നു. അതിനർത്ഥം ഈ തൊഴിൽ ചെയ്തിട്ട് 5.5 വർഷം മുമ്പ് തന്നെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവാൻ ഭാഗ്യമുണ്ടായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. അവിടെ നിങ്ങളുടെ ലൈഫ് വീണ്ടും മാറാൻ തുടങ്ങി. കോഴിക്കോട്ട് വെച്ച് ഞാൻ ബിസിനസ് ആരംഭിച്ച സമയത്ത് ഞാൻ പറഞ്ഞു കയ്യടി വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് കയറിയത്. 2ാം റൗണ്ട് ഇനി കോഴിക്കോട് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നു നിൽക്കുന്ന സമയമാണ്. അപ്പൊ നേരത്തെ നിങ്ങൾ അടിച്ച കയ്യടിയുടെ അർത്ഥം എന്താണെന്നറിയോ? എടാ ചക്ക, നീ തിരിച്ച് കോയമ്പത്തൂരേക്ക് വണ്ടി വിട്ടോ എന്നാണ്. അപ്പൊ ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു കയ്യടി തരുമോ? 4.5 വർഷം മുമ്പ് വാർക്കപ്പണിക്കാരനായിട്ടുള്ള എന്റെ അപ്പച്ചന്റെ പേരിൽ കൊച്ചിയിൽ 85 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു, വിവയുടെ കാശുണ്ടാക്കിയിട്ട്. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. അവളുടെ കല്യാണം ഞാൻ വലുതായിട്ട് സ്വപ്നം കണ്ട ഒരു ദിവസമാണ്. 3 വർഷം മുമ്പ് എനിക്ക് ഈ ബിസിനസ്സിലൂടെ നിയമപരമായിട്ട് കാശൊക്കെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ അനിയത്തിയുടെ കല്യാണം നടത്താൻ സാധിച്ചു. തൊട്ടടുത്ത് VNM ഗോൾഡിൽ ചെന്നിട്ട് 1/2 കിലോ ഗോൾഡ് ഒറ്റ ചെക്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് 3 വർഷം മുമ്പ് എന്റെ അനിയത്തിയുടെ കല്യാണം അഭിമാനത്തോടു കൂടി ഞാൻ നടത്തി. അതിൽ ഞാൻ വളരെ അഭിമാനിതനാണ്. ഞാൻ എന്റെ അനിയത്തിക്ക് കൊടുത്ത കാശാണ് കേട്ടോ, നിങ്ങൾ ചിന്തിക്കരുത് മറ്റേ കാശാണ്.
ക്ലിയർ ആയോ? പല ആളുകളും ഞാനത് പറഞ്ഞപ്പോ മുഖം ചുളിച്ചതുപോലെ ഞാൻ കണ്ടു. എന്തായാലും അവിടുന്ന് വീണ്ടും എന്റെ ലൈഫ് മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഈ കോഴിക്കോട് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താ പറയാ മനസ്സിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഈ തൊഴിലുമായിട്ട് ഇറങ്ങിയപ്പം എന്റെ അച്ഛനെയും അമ്മയും ഒക്കെ ആളുകൾ പരമാവധി നിരുത്സാഹപ്പെടുത്തിയതാണ്. ഒരു കല്യാണ വീട്ടിൽ ഇവർക്ക് ചെല്ലാൻ പറ്റില്ല. ചെന്നാൽ ആദ്യം ചോദിക്കാം മകൻ എവിടെ പോയി? ഓ, അവൻ അതൊക്കെ വിട്ട് ഇപ്പൊ ആളെ ചേർത്തുന്ന ഏർപ്പാടിന് പോയില്ലേ? തെറ്റില്ല, ഒരു പെൺകുഞ്ഞു കൂടി ഉണ്ടല്ലോ. ഇതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? മൂത്തതങ്ങ് വഴി തെറ്റി, രണ്ടാമത്തത് ഉണ്ടല്ലോ. ഇനിയിപ്പോ അർജുനൊക്കെ ആരാ പെണ്ണ് കൊടുക്കുക? നല്ല കുടുംബത്തിന് പെണ്ണ് കിട്ടുമോ? ഇല്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇനി അവരെ കല്യാണം കഴിക്കോ? ഇല്ല. ഇതൊരു വലിയ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിന് ഉത്തരം 2 വർഷം മുമ്പ് ഞാൻ കണ്ടു. കോഴിക്കോട് തന്നെ നന്മണ്ട തന്നെ ഉള്ള ഒരു പെൺകുട്ടിയെ, അത് എന്താ പറയാ ഡോക്ടർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് കല്യാണം കഴിക്കുന്നതിന് സാധിച്ചു. ഇപ്പോ എനിക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു, 1 വയസ്സായി അവന്. ഞങ്ങൾ ഈ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് വീട്ടിലെ റേഷൻ കാർഡ് BPL റേഷൻ കാർഡാണ്. 10 വർഷം മുമ്പത്തെ കഥ. എന്നാൽ എന്റെ മകൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണപ്പം ഞങ്ങൾ മൾട്ടി ക്രോർപതീസ് ആണ്. ഈ മാറ്റം എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിക്കൊണ്ട ബിസിനസ് അവസരമാണ് നിങ്ങൾ ഇപ്പൊ കേട്ട ഇൻഡസ് വിവ എന്ന് പറയുന്ന ഈ കമ്പനി. നിങ്ങൾ എത്രത്തോളം ആളുകൾക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ സക്സസ് ആയതിനോട് ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് തിരിച്ചു പറയാൻ പറ്റുന്ന കാര്യം, ഇതുപോലെ അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ പടിപടിയായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 11 വർഷം കൊണ്ട് 101 വ്യക്തികൾ 1 കോടിക്കും 20 കോടി രൂപയ്ക്കും ഇടയിൽ സമ്പാദിച്ച് കഴിഞ്ഞ ബിസിനസിന്റെ പേരാണ് ഇൻഡസ് വിവ. ആയിരക്കണക്കിന് ആളുകൾ മില്യണേഴ്സ് ആയി, ലക്ഷക്കണക്കിന് ആളുകൾ ലാഖ്പതീസ് ആയി കഴിഞ്ഞു. ഇഫ് വൺ ക്യാൻ ഡു ഇറ്റ്, ഓൾ ക്യാൻ ഡു ഇറ്റ്. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും പറ്റും. ഇങ്ങനെയെങ്കിൽ 101 വ്യക്തികൾ അത് നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഹാളിലുള്ള നമ്മൾ 145 പേർക്കും അത് നേടിയെടുക്കാൻ കഴിയും. കാരണം ഒത്തിരി സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എന്തായാലും ഒരുപാടൊന്നും വലിച്ചു നീട്ടി ഞാൻ പറയുന്നില്ല. പക്ഷേ സുഹൃത്തുക്കളെ, എത്രയോ ആളുകളെ കഴിഞ്ഞ 10-11 വർഷത്തിൽ ഞാൻ കണ്ടു. എത്രയോ ആളുകൾ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്നതും ഞാൻ കണ്ടു. പക്ഷെ കേട്ട എല്ലാവരും വിജയിച്ചിട്ടില്ല. കേട്ട് തീരുമാനം